ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ചെറിയൊരു വാട്ട് എ ഈറ്റിനെ ഡേ കാണിച്ചു തരാമേ. രാവിലെ ഹോസ്റ്റലിൽ കഴിക്കാനായിട്ടുണ്ടായിരുന്നത് ദോശയും ചമ്മന്തിയുമായിരുന്നേ. ഞാൻ എത്തിയപ്പോഴത്തേക്കിനും പാത്രത്തിലുണ്ടായിരുന്ന ദോശയൊക്കെ തീർന്നു പോയി. പിന്നെ കുറച്ച് പേര് കൂടെ കഴിക്കാനൊക്കെ ഉള്ളതുകൊണ്ട് ആൻറ്റി പിന്നെ ബാക്കി മാവ് കൂടെ എടുത്തിട്ട് ദോശ ഉണ്ടാക്കിയതാണേ. ഇത് നല്ല ചൂടോടെയുള്ള ദോശയാണ് കേട്ടോ. അപ്പം ഞാൻ ഈ ദോശയും ചായയൊക്കെ ഒന്ന് കഴിച്ച് തീർക്കട്ടെ. ഓഫീസിൽ ഉച്ചഭക്ഷണം ഉള്ളതുകൊണ്ട് ഹോസ്റ്റലിൽ നിന്ന് എനിക്ക് ആ ഫുഡ് എടുക്കേണ്ടതായിട്ട് വരുന്നില്ലേ. അപ്പോൾ ഇന്ന് കഴിക്കാനായിട്ടുണ്ടായിരുന്നത് ബിരിയാണിയാണ് കേട്ടോ. കുറേ നാളുകൾക്ക് ശേഷമാണ് ഓഫീസിൽ ബിരിയാണി കൊണ്ടുവരുന്നത്. ഗ്യാസ് സിലിണ്ടർ ഇഷ്യൂ ഉണ്ടായിരുന്ന സമയത്ത് ബിരിയാണി അപ്പാടെ ഒഴിവാക്കിയതായിരുന്നേ. പക്ഷേ ചോറും കറികളും ഒക്കെ അവൈലബിൾ ആയിരുന്നു കേട്ടോ. കുറേ നാളുകൾക്ക് ശേഷം ബിരിയാണി തന്നു വിട്ടത് കൊണ്ടാണോ എന്താണെന്നറിയത്തില്ല, ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് കേസരി കൂടെ തന്നു വിട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഏതായാലും ഇതെല്ലാം ഒന്ന് പ്ലേറ്റിലോട്ടൊന്നാക്കട്ടെ. കഴിക്കാതിരുന്ന് കഴിച്ചിട്ടാണോ എന്താണെന്നറിയത്തില്ല കേട്ടോ. ഏതായാലും ബിരിയാണിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ. അതുപോലെ തന്നെ ഈ ഒരു കേസരി കേട്ടോ, വായിലിടുമ്പോൾ തന്നെ നല്ല രീതിയിൽ അലിഞ്ഞു വന്നിട്ടായിരുന്നേ. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ കഴിച്ച് തീർക്കാനായിട്ട് കുറച്ചധികം സമയം എടുക്കും. അപ്പോൾ ഞാൻ ഏതായാലും ഇതെല്ലാം ഒന്ന് കഴിച്ച് തീർക്കട്ടെ. ഇത് ഹോസ്റ്റലിലെ വൈകുന്നേരത്തെ പലഹാരമാണ്. ഇന്ന് എനിക്കൊരു ബോണ്ടയാണ് എടുക്കാൻ തോന്നിയത്. അതുകൊണ്ട് ഞാൻ ഒരു ഗ്ലാസ് ചായയും ഒരു ബോണ്ട എടുത്ത് എൻ്റെ റൂമിലോട്ടിങ്ങ് പോന്നേ. പുറത്താണെന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് മഴ പൊടിയുന്നുണ്ട്, നല്ല മഴക്കോളും വരുന്നുണ്ട്. ഞാനിത് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് എൻ്റെ റൂംമേറ്റ് എത്തിയത്. അവളാണെന്നുണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് വറുത്തുകൊണ്ടൊന്ന് ഉപ്പേരിയൊക്കെ എടുത്ത് തരുവാണേ. ഇന്ന് ഉച്ചയ്ക്ക് കഴിക്കാനായിട്ട് നല്ല ഹെവി ലഞ്ച് ആയതുകൊണ്ടും പോരാത്തതിന് ഹോസ്റ്റലിൽ രാത്രിയിൽ കഴിക്കാനായിട്ട് നെയ്ച്ചോറായതുകൊണ്ടും ഞാൻ കട്ട് ഫ്രൂട്ട്സ് കടയിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ രാത്രിയിൽ കട്ട് ഫ്രൂട്ട്സ് കഴിച്ചിട്ട് കിടക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമായാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.